നമ്മുടെ ഐനൂസ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ പല്ല് തേപ്പിക്കാനുള്ള ഓരോ അടവുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കടയിൽ പോയപ്പോൾ ചോക്കോസ് വാങ്ങിച്ചിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അവൾക്ക് അത് കാണിച്ചിട്ടാട്ടോ പല്ല് തേക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത് ബ്രഷ്. അത് പല്ല് വേഗം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ പറ്റിച്ച് അവിടെ ഇരുത്തേക്കണം കേട്ടോ. ആൾ പല്ല് തേക്കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഇന്നലെ രാത്രി ക്ഷീണിക്കാതെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കുപ്പിയിലോട്ട് ആക്കുന്ന പരിപാടിയിലാണ്. അങ്ങനെ പഞ്ചസാരയൊക്കെ ഞാൻ ഇതാ പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റൊക്കെ കളയുന്നുണ്ട്. പിന്നെ ഞാനിതാ വേഗം തന്നെ പഴം പുഴുങ്ങാനുള്ള പരിപാടിയാട്ടോ നോക്കുന്നത്. അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങിയതും കോഴിമുട്ട പുഴുങ്ങിയതും ആട്ടോ എനിക്കും ഐനൂസിനും. ഷിനിക്കാക്ക് ഇന്ന് ബ്രെഡും അതുപോലെ തന്നെ ബുൾസയും ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഷിനിക്കാക്ക് അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഷിനിക്കാക്ക് പഴം പുഴുങ്ങിയതോ കാര്യങ്ങളൊന്നും കഴിക്കൂല കേട്ടോ. എനിക്കാണെങ്കിൽ ഇഷ്ടമാണ്, പിന്നെ ഐനൂസിന് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരു പഴം പുഴുങ്ങാൻ വേണ്ടി ഇതേ ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെയാണ് കേട്ടോ ഞാൻ മനസ്സിലായത് ഇതിൽ തന്നെ ഇട്ടിട്ട് എനിക്ക് കോഴിമുട്ടയും കൂടെ അങ്ങോട്ട് പുഴുങ്ങിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ വേറെ പാത്രം ഇനി ഉപയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പഴം പുഴുങ്ങിയതിൻ്റെ അടിയിലോട്ട് ആ വെള്ളത്തിലോട്ട് തന്നെ ഞാൻ ഇതാ കോഴിമുട്ട ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഐനൂസിന് എനിക്ക് ഓരോ കോഴിമുട്ട ഇതാ വെച്ചിട്ട് അത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസ് ഇതാ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഞാനും ഒന്നും സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഒറ്റയ്ക്ക് എന്തായാലും പല്ല് തേക്കൂല. നമ്മുടെ കോൾഗേറ്റിന് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ ആ ഒരു പൊള്ളൽ കാരണം അവളങ്ങനെ തേക്കൂല കേട്ടോ. ഞാൻ പിന്നെ പിടിച്ച് വലിച്ച് പല്ലൊക്കെ തേപ്പിച്ച് മുഖമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് വേഗം ജോക്കോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിനിക്കാക്ക് എണീറ്റ് വരാൻ ടൈം ആയപ്പോഴത്തേക്കും ഞാനിതാ 2 കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഇടിച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അത് നേരെ നെയ്യിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ പഴമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പഴം തന്നെ എനിക്ക് യൂസ് ചെയ്യുന്നത് ധാരാളം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം വയറ് ഫില്ലാണെന്ന് തോന്നും. അങ്ങനെ അതേപോലെ തന്നെ അത് അപ്പോൾ നമ്മുടെ പഴമൊക്കെ അത് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ 6 kg നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് ഇച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടതിന് നമ്മുടെ പഴം പുഴുങ്ങിയത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നും. നല്ലോണം പഴം വേവണം കേട്ടോ. പിന്നെ നമ്മുടെ കോഴിമുട്ടൻ്റെ ചൂടൊക്കെ ആറിയപ്പോഴത്തേക്കും അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് മൈനൂസിനും ഉള്ള കോഴിമുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചായ മെഷീൻ ചായ ആയിട്ടപ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ മെഷീൻ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കലങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിതാ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ പഴവും ചായയും കോഴിമുട്ടയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഐനൂസ് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾ ആദ്യം തന്നെ ഇതാ കോഴിമുട്ടയാണ് എടുക്കുന്നത്. പിന്നെ എന്താ ബെഡും അല്ല നമ്മുടെ സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുകയാണ് കേട്ടോ. രാത്രി ഒന്ന് വിരിച്ചിട്ടതാണ്. അപ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ പൊടിയൊക്കെ തട്ടി അവിടെയൊക്കെ ഒന്ന് വിരിച്ചിരുന്നുണ്ട്. നമ്മൾ ഷിനിക്കാക്ക് എണീറ്റ് പല്ലേക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. നമ്മളെ വീഡിയോസ് പുതിയതായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഉമ്മർത്തെ വാതിലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതൊക്കെ തുറന്നിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു.